നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു പ്രൊമോയിലെ രംഗങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് ജാസ്മിനും നമ്മുടെ ഗബ്രിയും റസ്മിനും കൂടെ സംസാരിക്കുന്ന ആ ഒരു ഭാഗം, അവരുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ജാസ്മിൻ ഗബ്രിയെ സ്നേഹിക്കുന്നുണ്ട്, റിയൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം. പുറത്ത് ജാസ്മിന് മറ്റൊരു അഫെയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണം നിശ്ചയിച്ച് വെച്ചതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗബ്രിയോട് ജാസ്മിനുള്ളത് ട്രൂ ലവ് തന്നെയാണ്. ട്രൂ ലവ് എന്നൊക്കെ പറയാമോ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. എന്തായാലും ഗബ്രിക്ക് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗബ്രി. ഇതൊക്കെ ഒരു ഗെയിമിന് വേണ്ടി മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ഗബ്രി പറയുന്നത്, എനിക്ക് പുറത്തിറങ്ങിയാലും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻ കൊണ്ടുപോകാൻ താല്പര്യമില്ല. ജാസ്മിൻ പറയുന്നു, ഇപ്പോൾ പുറത്തിറങ്ങിയാലും ഒരുപാട് പേരെ വെറുപ്പിക്കേണ്ടി വരും, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഗബ്രി ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജാസ്മിൻ എല്ലാവരും വെറുപ്പിക്കാൻ തയ്യാറാണ്. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ജാസ്മിൻ നിൽക്കുന്നത്. ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്, എനിക്ക് ഇന്നലെ വയ്യാതെ കിടന്നപ്പോൾ ഗബ്രി ഇവിടെ ഓടിച്ചാടി നടന്നതുപോലെ, എല്ലാ ഗെയിമിലും നല്ല രീതിയിൽ പങ്കെടുത്ത പോലെ എനിക്കൊരിക്കലും പറ്റില്ല. ഇപ്പോൾ എനിക്ക് പകരം ഗബ്രിയാണ് ഇതേപോലെ കിടന്നിരുന്നെങ്കിൽ, എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പുറത്ത് കസരയിട്ടെങ്കിൽ നോക്കിയിരുന്നേനെ എന്നാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത്. അത് ശരിയാണ്, സത്യമാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. അതിന് നമ്മുടെ റെസിപ്പി സമ്മതിച്ച് കൊടുക്കുന്നുണ്ട്, ശരിയാണ്, നീ അങ്ങനെയാണ്. പക്ഷേ ഗബ്രിയുടെ രീതി വേറെയാണ്. ഗബ്രി എനിക്ക് തോന്നുന്നു പൂർണ്ണമായും ജാസ്മിന് ഒരു ഗെയിമിന് വേണ്ടി തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നോക്കുമ്പം അടിക്കാൻ, പിടിക്കാൻ, കടിക്കാൻ, ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊക്കെ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ്റെ ഉത്തരവാദിത്വം തന്നെയായിരുന്നു അല്ലേ. കാരണം ജാസ്മിൻ ഇതെല്ലാം മറന്നുകൊണ്ട് ആ ഒരു ഗെയിമിൽ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എഫക്റ്റ് ചെയ്ത് ജാസ്മിൻ്റെ കുടുംബത്തെയും പല ആളുകളെയൊക്കെയാണ്. ഇതിപ്പം തിരിച്ച് ജാസ്മിന് തന്നെ പണി കിട്ടിയ രീതിയിലാണ് ഇപ്പോൾ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗെയിമിന് വേണ്ടി തുടരുന്നൊരു കാര്യം ഇപ്പോൾ ജാസ്മിൻ ലൈഫിൽ തന്നെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാക്കിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനിയെങ്കിലും മനസ്സിലാക്കി രണ്ട് രീതിയിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേറെ ആയ ജാസ്മിന് കൊള്ളാം. കാരണം മാക്സിമം ഗബ്രിയുടെ ലൈഫ് ഒരു ഗെയിമിന് വേണ്ടി തന്നെയാണ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജാസ്മിൻ്റെ സംസാരം വളരെ വിഷമത്തോടെ തന്നെയാണ്. ജാസ്മിന് ഈ ഒരു ഗെയിം തൻ്റെ ലൈഫിലുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ പുറത്തേക്ക് തന്നെ വരണം അല്ലേ. എന്നാൽ മാത്രമേ മനസ്സിലാകൂ. കാര്യം ജാസ്മിന് പല കാര്യങ്ങളും ഇപ്പം മനസ്സിലായി തുടങ്ങുന്നെങ്കിലും പൂർണ്ണമായും മനസ്സിലാവണമെങ്കിൽ BB ഹൗസിന് പുറത്തേക്ക് തന്നെ പോകണം. അപ്പോഴത്തേക്കും ഒരുപാട് പൊക്കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കൈവിട്ട് പൊക്കഴിയും. ഇനിയെങ്കിലും ഒന്ന് പിടിച്ചാൽ, പല കാര്യങ്ങളെയും ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കുറച്ച് പേരെങ്കിലും ജാസ്മിനെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല അത് മനസ്സിലാക്കാൻ ജാസ്മിന് കഴിയുമെന്ന്. ഇത്രയൊക്കെ തുറന്ന് ഗബ്രി പറഞ്ഞിട്ടും വീണ്ടും ഇനി ഗബ്രിയുടെ പുറകെ പോയാൽ നമുക്ക് ജാസ്മിൻ്റെ കാര്യത്തിൽ ഒരു ഹോപ്പും ഇല്ല. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് ഇവരുടെ ഗെയിം പ്ലാൻ എന്നൊക്കെ. എന്തായാലും ഗബ്രിയുടെ ഗെയിം എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ജാസ്മിൻ ഇതിൽ നിന്ന് എന്ത് പഠിക്കും, എന്ത് ഗെയിമിലേക്ക് പോകുമെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.